ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നത് മൂലം നിരവധി പ്രശ്നങ്ങളാണ് യാത്രക്കാരും റെയിൽവേയും അനുഭവിക്കുന്നത്. ഇത്തരം പ്രവൃത്തി മൂലം നിരവധി യാത്രക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ കല്ലേറിന് ഇരയാകുന്ന ട്രെയിനുകളിൽ ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത്തരം പ്രവണതകൾ തുടരുന്ന സാഹചര്യത്തിൽ ട്രെയിനിന് നേരെ കല്ലെറിയുന്നവരെ പിടികൂടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് കല്ലെറിയുന്നവരെ കുടുക്കാനായി എക്സ്റ്റീരിയർ ക്യാമറകൾ ഘടിപ്പിക്കുന്നത്. ട്രെയിൻ 18 എന്നും അറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിയുന്നത് പതിവാകുന്നതോടെയാണ് പുതിയ നീക്കവുമായി റെയിൽവേ രംഗത്തെത്തിയിരിക്കുന്നതും. ഫെബ്രുവരിയിൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് മുതൽ ഏകദേശം 1 ഡസനോളം കല്ലേറുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. ട്രെയിൻ സർവീസ് തുടങ്ങിയതിന് പിന്നാലെ നിരവധി തവണ കല്ലെറിയുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് 4 ക്യാമറകളാണ് ട്രെയിനിൽ സ്ഥാപിക്കുന്നത്. കല്ലേറിൽ തകർന്നതിനെ തുടർന്ന് ഇതുവരെ ട്രെയിനിന്റെ 12 വിൻഡോ ഗ്ലാസുകൾ മാറ്റിയിരുന്നു. മാർച്ച് 17-നാണ് ട്രെയിനിന് നേരെ അവസാനമായി കല്ലേറുണ്ടായത്. ക്യാമറകൾ സ്ഥാപിച്ചാൽ ഏത് സ്ഥലത്തു നിന്നുമാണ് ട്രെയിനിന് നേരെ കല്ലേറുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് RPF ഡയറക്ടർ വ്യക്തമാക്കി. ട്രെയിനിന്റെ മുന്നിലും പിന്നിലുമായി 4 എക്സ്റ്റീരിയർ ക്യാമറകളാണ് ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതും. ഫെബ്രുവരി 15-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തിന് സമർപ്പിച്ചത്. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന രാജ്യത്തെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനും ഇതാണ്. സെമി ഹൈസ്പീഡ് തീവണ്ടിയായ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ 160 കിലോമീറ്റർ ആണ്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിച്ചേരുക 9 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ടാണ്. യാത്രക്കിടയിൽ കാൺപൂരിലും അലഹബാദിലുമുള്ള 40 മിനിറ്റ് വീതമുള്ള ഇടവേളകൾ ഉൾപ്പെടെയാണ് ഈ സമയം. 2 എക്സിക്യൂട്ടീവ് ക്ലാസ് ഉൾപ്പെടെ 16 AC കോച്ചുകളാണ് തീവണ്ടിയിലുള്ളത്. 1128 യാത്രക്കാർക്ക് ഒരേ സമയം ട്രെയിനിൽ യാത്ര ചെയ്യാനാകും. എല്ലാ കോച്ചുകളിലും ഓട്ടോമാറ്റിക് ഡോറുകളാണ് മറ്റൊരു പ്രത്യേകത. GPS ബേസ്ഡ് ഓഡിയോ വിഷ്വൽ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റവും ഫ്രീ വൈഫൈയും വന്ദേ ഭാരത് എക്സ്പ്രസിലുണ്ട്. സർവീസ് തുടങ്ങിയതിന് അടുത്ത ദിവസം തന്നെ ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് പെരുവഴിയിലായിരുന്നു. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.